സോ ഹായ് ഗൈസ്, എൻ്റെ പേര് രഞ്ജിത്ത്. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനറാണ് അൺലേൺ അക്കാഡമിയിലെ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലീഡ് ജനറേഷൻ ബേസ് ചെയ്തിട്ടുള്ള ആഡാണ് റൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായിരിക്കും മേജർ ഡിഫറൻസ് ഒരു ലീഡ് ജനറേഷൻ ആഡും നോർമൽ ആഡുമായിട്ട്? എക്സാക്ട്ലി, നമുക്കൊരു ഫോം കാര്യങ്ങളെല്ലാം നമ്മൾ ലീഡ് ജനറേഷൻ ആഡിലായിരിക്കും കൂടുതൽ ചെയ്യുന്നത്. സോ നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോയിലോട്ട് പോകാം. ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യം ക്രിയേറ്റ് ക്യാമ്പയിൻ ഈ ഒരു പ്ലസ് ഐക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നമ്മൾ ഫസ്റ്റ് വരുന്ന ഒബ്ജക്റ്റീവ് ആണ്. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ലീഡ് ജനറേഷൻ ബേസ് ചെയ്തിട്ടാണ്. സോ ലീഡ് ജനറേഷൻ ഞാൻ ജസ്റ്റ് ഓപ്റ്റ് ചെയ്യാണ്. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ കാണും. ഇത് സ്ഥിരം വരുന്നതാണ്. അതായത് ഏത് ക്യാമ്പയിൻ റൺ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഒന്ന് റെക്കമെൻഡഡും അതേപോലെ തന്നെ മാനുവലും. നമ്മൾ എപ്പോഴും മാനുവലാണ് ഓപ്റ്റ് ചെയ്യാൻ. കാരണം മാനുവൽ ചെയ്താൽ മാത്രമേ കുറച്ചും കൂടെ നല്ലതായിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റൂ. കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞുള്ള അഡ്വാൻറ്റേജ് നമ്മൾ യൂസ് ചെയ്യുക, അതായത് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണോ ആ ഓഡിയൻസിൻ്റെ അടുത്ത് കറക്റ്റായിട്ട് നമുക്ക് എത്തിക്കാൻ പറ്റും. പക്ഷേ റെക്കമെൻഡഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കസ്റ്റമൈസിങ് ഫീച്ചേഴ്സ് കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് മാനുവലി ക്ലിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഓപ്റ്റ് ചെയ്യാനായിട്ട്. മാനുവലി ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫസ്റ്റ് വരാൻ പോകുന്ന ക്യാമ്പയിൻ, സെക്കൻഡ് ആഡ് സെറ്റ്, മൂന്നാമത്തെ ആഡ്. ക്യാമ്പയിനകത്താണ് നമ്മൾ ഒബ്ജക്റ്റും എല്ലാം സെറ്റ് ചെയ്യുന്നത്. ആഡ് സെറ്റിനകത്താണ് നമ്മൾ ബാക്കിയുള്ള ഓഡിയൻസിൻ്റെ ടാർഗറ്റും ഓഡിയൻസിൻ്റെ ഡെമോഗ്രാഫിയൊക്കെ സെറ്റ് ചെയ്യുന്നത്. ആഡിലായിരിക്കും നമ്മളുടെ ലീഡ് ഫോം വരാൻ പോകുന്നത്. സോ ആദ്യം നമ്മൾ ക്യാമ്പയിൻ സെറ്റ് ചെയ്യാം. ക്യാമ്പയിന് പേര് മാൻഡേറ്ററി ആയിട്ട് കൊടുത്തിരിക്കണം. കുറച്ചുകൂടെ താഴോട്ട് വരുമ്പോഴത്തേക്ക് നമ്മളെ ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് ഒന്നുകൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. AB ടെസ്റ്റിംഗ് ഒക്കെ നമ്മുടെ സിലബസിൽ വരുന്നുണ്ട്. അത് അപ്കമിംഗ് ടോപ്പിക്കിൽ വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ താൽക്കാലികമായി സ്കിപ്പ് ചെയ്യാണ്, കാരണം നമ്മൾ ഈ ടോപ്പിക്സ് ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോ കൂടെ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തിട്ട് വരിക. കാരണം ഇതിലെല്ലാം ആ വീഡിയോയിൽ നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു സെറ്റപ്പിനെ പറ്റിയിട്ടുള്ളത്. പിന്നെ വരുന്നത് നമ്മളെ കൺവേർഷനിൽ ഒരുപാട് രീതിയിൽ നമുക്ക് ലീഡ് ഫോം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് വെബ്സൈറ്റ് ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മെസ്സഞ്ചർ ബേസ് ചെയ്തിട്ടോ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റന്റ് ഫോം വഴിയാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇൻസ്റ്റന്റ് ഫോം എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നത്. കുറച്ചും കൂടെ താഴോട്ട് വരുമ്പോഴത്തേക്ക് ബാക്കി ഡീറ്റെയിൽസ് സെയിം ഡീറ്റെയിൽസ്, ഡിക്റ്റോ ഡീറ്റെയിൽസ് ആണ് വരുന്നത്. ഒരു ഡിഫറൻസും ഇല്ല. നമ്മളെ ബഡ്ജറ്റ്, രണ്ട് തരത്തിലുള്ള ബഡ്ജറ്റ് ഉണ്ട്. ലൈഫ് ടൈം, അതേപോലെ ഡെയിലി ബഡ്ജറ്റ് ആണെങ്കിലും നമ്മുടെ ഓഡിയൻസിൻ്റെ ആണെങ്കിലും ലൊക്കേഷൻ ആണെങ്കിലും പ്ലേസ്മെന്റ് ആണെങ്കിലും എല്ലാം ഡിക്റ്റോ ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇവിടെ ഒരു ചേഞ്ചസും വരുന്നില്ല. സോ നമ്മളിപ്പോൾ നെക്സ്റ്റിലോട്ട് പോവുകയാണ്, ആഡ്സിലോട്ട്. ഇവിടെ ചെറിയൊരു ഡിഫറൻസ് വരും. ഇവിടെ ഒരു ഫോം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമുക്ക് ഫേസ്ബുക്കിൻ്റെ പേജും ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജൊക്കെ ജസ്റ്റ് കണക്ട് ചെയ്യാം. ഇത് നോർമലി നമ്മൾ യൂഷ്വൽ സ്റ്റെപ്സ് ആണ്. പിന്നെ നമുക്ക് കാരസോൾ ആണോ അതോ പോസ്റ്റർ ആണോ അതോ വീഡിയോ ആണോ അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നോർമൽ സ്റ്റെപ്സ് നമുക്ക് വീഡിയോ ആണെന്നുണ്ടെങ്കിലും പോസ്റ്റർ ആണെന്നുണ്ടെങ്കിലും കാരസോൾ ആണെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൈമറി ടെക്സ്റ്റ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഹെഡിങ് ആഡ് ചെയ്യാം, ഡിസ്ക്രിപ്ഷനും ആഡ് ചെയ്യാം. പ്രൈമറി ടെക്സ്റ്റ് മിനിമം 1, മാക്സിമം 5 വരെ ആഡ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഹെഡിങ്ങും 1, 5 വരെ, അതായത് മിനിമം ഒരു ഹെഡിങ്ങെങ്കിലും വേണം, മാക്സിമം 5 വേണം. പ്ലസ് ഡിസ്ക്രിപ്ഷൻ ഇതുപോലെ തന്നെ മിനിമം ഒരു ഡിസ്ക്രിപ്ഷനെങ്കിലും വേണം, മാക്സിമം 5 വേണം. സോ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളെ കോൾ ടു ആക്ഷൻ ഏത് രീതിയിൽ വേണമെന്ന്, അതായത് നമ്മളെ ഫോം കണക്ട് ചെയ്യേണ്ട ഏത് രീതിയിൽ വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അപ്ലൈ നൗ എന്നുള്ള ഓപ്ഷനാണ് ഇപ്പോൾ കറന്റ് കൊടുക്കുന്നത്. കുറച്ചും കൂടെ താഴോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെ ഇൻസ്റ്റന്റ് ഫോംസ് ഒരുപാട് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ താൽക്കാലികമായി ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാണ് പോകുന്നത്. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫോംസിൻ്റെ ഡീറ്റെയിലിൽ നിങ്ങളുടെ ഫോമും കാണാൻ പറ്റും. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് 3 രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മോർ വോളിയം, അതേപോലെ തന്നെ ഹയർ ഇൻറ്റൻസ്, മൂന്നാമത്തെ റിച്ച് ക്രിയേറ്റീവ് എന്നുള്ള രീതിയിൽ. മൂന്ന് രീതിയിലായിരിക്കും വർക്ക് ആവണത്. ഇതിൽ അത്യാവശ്യം അഡ്വാൻസ് ആയിട്ട് വരുന്നത് റിച്ച് ക്രിയേറ്റീവ് എന്നുള്ള രീതിയിലായിരിക്കും. സോ ഇതിൽ ഒരുപാട് സെറ്റിംഗ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് ക്രിയേറ്റീവ് എന്നുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം. ബിഫോർ ഫോം ഫില്ല് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്യാം. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സൈനിങ് ഓഫ്, രഞ്ജിത്ത് ഫ്രം അൺലേൺ അക്കാഡമി.